ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ടിട്ട് ഈ ചരണി TB സെൻറ്ററിലേക്ക് പോയി ഒരു ദിവസം. അച്ഛന് ഭയങ്കര കൊര, ചുമ എല്ലാം ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ല. അച്ഛൻ കുരയ്ക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ലോകത്ത് 4 പേരിൽ ഒരാൾക്ക് ക്ഷയരോഗം ഉണ്ട് എന്നാണ് പറയുക. അത് എൻ്റെ അച്ഛനാവരുതെന്നാണ് എനിക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, എൻ്റെ അച്ഛനുണ്ടായി. ഈ ആരും ഇല്ലാത്തോടത്ത് ഇങ്ങനെ എന്താണ്? ഇവിടെ ഇവിടെ ഇരുന്നാൽ മതി. നിങ്ങൾ നീക്കി, നമുക്ക് മഞ്ചേരി പോവാം. നീക്കി. ഷുഗറുള്ളതുകൊണ്ടൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അച്ഛന് എന്തെങ്കിലും ഇതാവുമെന്ന്. പക്ഷെ എന്നാലും എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. കാരണം 2025 കൂടിയിട്ട് നമ്മൾ ക്ഷയരോഗം തുടച്ച് നീക്കുകയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മാറും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അച്ഛാ, നിങ്ങൾ ഈ കൊരോണ്ട എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ആളാ. ഇപ്പം എന്തായി? ക്ഷയരോഗം ഫുള്ള് തുടച്ച് നീക്കിയില്ലേ? നിങ്ങളെ ശരീരത്തിൽ ഇപ്പോൾ ഒരു തുള്ളിയില്ല. പിന്നെ ഞാൻ തന്നെയല്ലേ നിങ്ങളെ നോക്കിയത്. ആകെ മകനായിട്ട് ഞാൻ തന്നെയല്ലേ ഉള്ളൂ. നമ്മൾ മഞ്ചേരി TB സെൻറ്ററിൽ പോയി ഡോക്ടർമാരെ കണ്ടു. എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു. ഇത് വായുവിലൂടെ പകരും അച്ഛാ. പക്ഷെ അതൊക്കെ നമ്മൾ പറത്തി വിട്ടില്ലേ. ക്ഷയരോഗം പേടിക്കേണ്ട ഒരു സൂക്കേടേ അല്ല.